ഹായ് മക്കളെ, സ്നേഹവസ് ആണ്. നമ്മുടെ എക്സാമിന് എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ലാസ്റ്റിലോട്ടുള്ള അല്ലേ, നമുക്ക് പുറത്തുനിന്ന് ഒരു പാരഗ്രാഫ് തരുന്നുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇസ് ഗണ്ഡയ്ക്ക് ആധാർ पर दो प्रश्न बनाए. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കും അല്ലേ. നമുക്ക് ആനുവൽ എക്സാമിന് എന്തായാലും ഇത് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ഈസിയാണ്. നിങ്ങൾ ഏറ്റവും പഠിക്കേണ്ട കാര്യം എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നോക്കുക, കോൺ ഹെ ആരാണ്, ക്യാ ഹെ എന്താണ്, കേസെ എങ്ങനെ, കബ് എപ്പോൾ, പിന്നെന്താണ്, ക്യൂ എന്തിന്, കഹാം എവിടെ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം മീൻസ് എന്താണ്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ മക്കൾ, ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൽ തന്നെ ഒന്ന് നോക്കിക്കേ. എപ്പോഴും ഉണ്ടല്ലോ പാരഗ്രാഫിൽ ലാസ്റ്റ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മക്കൾ നോക്കിക്കേ, ശ്രദ്ധിച്ചേ. സർക്കാർ और जनता की और से मदद मिले तो उनकी दशा में जरूर परिवर्तन आएगा എന്ന് പറഞ്ഞ ഭാഗമാണ് അല്ലെ. അതായത് സർക്കാരിന്റെ കയ്യിൽ നിന്നും പിന്നെന്താണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് സഹായം കിട്ടിയ അവരുടെ ദശ, ഇത് കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു അല്ലെ. അവരുടെ ഈ ഒരു സിറ്റുവേഷന് കുറച്ച് മാറ്റം ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിരുന്നു അല്ലെ. ഇനി നോക്കാം, ഉൻകി ദശാമേ ജറൂർ പരിവർത്തൻ ആയേഗ എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ എടുക്കാം. നോക്കാം, ഉൻകി ദശാമേ അവരുടെ ദശയിൽ, അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ, കേസെ എങ്ങനെ പരിവർത്തൻ വരും എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇത് ഇപ്പുറത്തുണ്ട്. അപ്പൊ മക്കൾക്ക് എങ്ങനെ ഈ കേസെ, ക്യൂ എന്നൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ ഇവിടെ നോക്കിക്കേ, കിസാൻ ഹമാരെ അന്നദാതാ ഹെ എന്നുള്ള ആ ഒരു ഭാഗം. ഇവിടെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, കിസാൻ നമ്മുടെ ആരാണ്, അല്ലെങ്കിൽ എന്താണ് ഈ അന്നദാത എന്ന് പറയുന്നത് ആരാണ്. നോക്കുക, ഹമാരെ അന്നദാത കോൻ ഹെ ആര് എന്ന് നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായി പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് ഒരു തള്ളങ്ങ് തള്ളുക. അതാണ് നമ്മുടെ എന്ത് പരിപാടി എന്ന് പറയുന്നത്. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇത് 2 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ തന്നെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി, 2 മാർക്ക് കിട്ടി. ഇതിന് ആരും എന്ത് ചെയ്യരുത്, മാർക്ക് കുറയ്ക്കരുത്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.